നമസ്കാരം. ഞാനിപ്പോൾ വന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കറണ്ട് വിശേഷങ്ങൾ പറയാനായിട്ട്. നമ്മുടേതായ അഭിപ്രായം പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം പേളിമാണി വിഷയമാണ്. പുള്ളിക്കാരി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം, അതിനെല്ലാം ഉള്ള അവകാശവും എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ നോക്കിയെടുത്തോളം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയം ഒന്ന് ഫോളോ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുക, അതായത് പുള്ളിക്കാരിക്ക് ഒരു PR വർക്ക് കിട്ടിയതുപോലെയായിരുന്നു. പുള്ളിക്കാരിക്ക് ഇനി BJPയോട് ചായ്വ് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് നമുക്ക് സംശയം വരുന്ന രീതിയിൽ പുള്ളിക്കാരി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ആ ഒരു പണ്ട് ഇതുപോലെ ഒരു സച്ചിനും എല്ലാവരും ഇതുപോലെ സെയിം ഒരു PR വർക്ക് കണക്ക്, പ്രൊമോഷൻ കണക്ക് ചെയ്ത ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് വിഷയം എന്താണെന്ന് ഞാൻ മറന്നു പോയായിരുന്നു. അന്ന് എല്ലാ സെലിബ്രിറ്റീസിനും ഈ ഒരു ഇത് പോയായിരുന്നു, ഈ ഒരു ക്യാമ്പയിൻ പോയായിരുന്നു. എല്ലാ സെലിബ്രിറ്റീസും അത് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന രീതിയിൽ ആ ഒരു ടൈപ്പ് ക്യാമ്പയിനാണ് പുള്ളി നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോയി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇതിൽ പറഞ്ഞു അവിടെ ഇരുന്ന് ന്യായീകരണം നടത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് ആൾക്ക് വലുതായിട്ട് പിടികിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് കയ്യിൽ നിന്ന് പോയത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി എന്ത് ചെയ്തു, അതിനെ ന്യായീകരിച്ച്, എന്താണ്, എനിക്ക് ഇഷ്ടം കാവ്യാണ്, പുള്ളിക്കാരിയുടെ പൊളിറ്റിക്സ് പറയാം, അതിനിവിടെ യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ. പുള്ളിക്കാരി പക്ഷെ എന്ത് ചെയ്യണമായിരുന്നു, ആ ഐഡന്റിറ്റി തന്നെ ഉറച്ച് നിൽക്കണമായിരുന്നു. പുള്ളിക്കാരി അത് ചെയ്തില്ല. അവിടെയാണ് ഈ ഒരു പ്രശ്നം പറ്റിയത്. അങ്ങനെ അതിനുശേഷം സിബി മലയിലിന്റെ മകനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്, സിബി മലയിൽ പരാജിതനായ സംവിധായകനാണ് പുള്ളിക്കാരി. ഉദ്ദേശിച്ച വേറൊരു രീതിയിലാണ്, പക്ഷെ പുള്ളിക്കാരി ഏത് രീതിയിൽ ഉദ്ദേശിച്ചോ അതിന് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അത് വേറൊരു സൈഡിൽ പുള്ളിക്കാരി പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. കയ്യിൽ നിന്ന് പോയി, എൻ്റെ ഐഡന്റിറ്റി വെളിച്ചത്തായി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളിക്കാരി പിന്നെ അങ്ങ് സൈലൻസ് കീപ്പ് ചെയ്തു. അത് ഒരു ലിമിറ്റിന് മുകളിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി, ഇത് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. ഞാൻ ഈ ഒരു CJP ആണെങ്കിൽ ഈ നീറ്റ് വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ പേളിമാണി ഫസ്റ്റ് ഐ ആം സോറി എന്നും പിന്നീട് എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഒരു പക്ഷെ അതില്ലായിരുന്നെങ്കിൽ ഇല്ല, പേളിമാണി പുള്ളിക്കാരിയുടെ സ്റ്റാൻഡാണ് ഇപ്പോഴും ശരി എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിന്നെ. അത് അതിൻ്റെ വേറൊരു വശം. അത് എൻ്റെ മാത്രം അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനോട് യോജിക്കണം എന്നുള്ളൊരു ഇതില്ല. അത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം. പുള്ളിക്കാരി ഒരു പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇപ്പോഴും ആ പറഞ്ഞ ഇതിൽ തന്നെ പുള്ളിക്കാരി ഉറച്ചു നിന്നനെ. പിന്നെ രണ്ടാമത്തെ വിഷയം അഖിൽമാരാറിന്റെ ഈ ഒരു വിഷയം വന്നപ്പോഴേക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ഓടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രമേശ് പിഷാരടി ആ ഇലക്ഷൻ ടൈമില് പുള്ളിക്കാരനെ പറ്റി പറഞ്ഞൊരു കാര്യം. അതായത് പുള്ളിക്കാരൻ്റെ അഖിൽമാരാറെ പ്രസ്താവനയ്ക്ക് നമ്മൾ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായത്തിൽ ഇത് മാറ്റി പറയും. 2 ആഴ്ച എന്നുള്ള ഏകദേശം 2 മാസം 3 മാസം ടൈം എടുത്തതേ ഉള്ളൂ. പുള്ളി ആസ് യൂഷ്വൽ ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. പുള്ളിക്കാരൻ വിചാരിച്ച എന്താണ്, പോകാതെ BJPയിൽ പോകുന്നതിന് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പോയി 2020 ജോയിൻ ചെയ്തത്. പക്ഷേ അല്പമെങ്കിലും തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയുള്ളവർ മനസ്സിലാക്കണം, എന്താണ് സാബു ജേക്കബ് 2020 കൊണ്ട് നടക്കുന്നത് പുള്ളിക്കാരൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒരു മറ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കാര്യങ്ങളും എല്ലാം. ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ ന്യൂസ് ചാനൽസിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, അതായത് ഹൈദരാബാദിലെ ഫാക്ടറിയിൽ പ്രശ്നം നടക്കുന്നുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യാനാണ് പുള്ളിക്കാരൻ്റെ ഈ പൊളിറ്റിക്കൽ. ഇതൊക്കെ കേരളത്തിലെ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന, നമ്മൾ ആ സമയത്ത് സംസാരിക്കുന്ന പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അവർക്ക് വരെ അറിയാന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഇപ്പോഴാണ് മനസ്സിലായത്. പുള്ളിക്കാരൻ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ BJPയിൽ പോകുന്നവരെല്ലാം നല്ല രീതിയിൽ ഫിനാൻഷ്യലി അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ എനിക്കും വല്ലതും കിട്ടുമെന്ന പുള്ളിക്കാരൻ വിചാരിച്ചത്. പക്ഷെ എന്തോ പറ്റി, പുള്ളിക്കാരനെ നമ്മുടെ നാട്ടിലൊക്കെ ഇറന്ന് തിന്നുന്നവനെ തുറന്ന് തിന്നുന്നത്
പുള്ളിക്കാരൻ എങ്ങനെ അതിൽ നിന്ന് കാശ് അടിച്ചെടുക്കണമെന്ന് വിചാരിച്ചു അവരെക്കാരൻ അപ്പുറമായിട്ട് ആരടിച്ചു മാറ്റിക്കൊണ്ട് പോയി. കിട്ടിയ ഫണ്ട് കിട്ടിയോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എന്തായാലും ഈ 19 സ്ഥലത്തൊക്കെ മത്സരിച്ചതന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടാവണം. ആ കാശ് ആരാണ് അടിച്ചത് എന്നത് മാത്രം ഇതൊരു തീരുമാനമായ സാമൂഹ്യ ജേക്കബ് അടിച്ചോ അതോ BJP-യുടെ നേതാക്കൾ തന്നെ 2020 കൊടുക്കാതെ മുക്കി. ആര് മുക്കി എന്നതേ ഉള്ളൂ. അല്ലാതെ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതിൽ പ്രസക്തിയില്ല. ഇത് പുള്ളിക്കാരനും അറിയാന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ കൊടകര ആ എനിക്ക് തോന്നുന്നു 2011 ഇലക്ഷൻ സമയത്താണെന്ന് തോന്നുന്നു ആ ഒരു കള്ളപ്പണ കേസൊക്കെ ഇങ്ങനെ വന്നത്. അതായത് ഇലക്ഷന് കൊണ്ടുവരുന്ന പൈസ മറിക്കുക. കേരളത്തിലെ പ്രമുഖരായ BJP നേതാക്കളായിരുന്നു. പക്ഷേ ആ കേസൊക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പുള്ളി എന്തിനാണ് ആവശ്യമില്ലാതെ BJP-യിൽ പോയി എന്നാൽ BJP-യിൽ പോയില്ല എന്ന് വരുത്തിക്കാൻ വേണ്ടി പുള്ളിക്കാരന്റെ വാക്കിന് യാതൊരുവിധ പ്രസക്തിയില്ല. യാതൊരുവിധ പുള്ളിക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതേ ഇല്ല. ഇപ്പൊ വരെ എങ്ങനെയാ ആളുകളെല്ലാം ഇതായി പുള്ളിക്കാരനെ എഴുതി തള്ളി. ആ ഒരു സ്റ്റേജിലെത്തി. പുള്ളിക്കാരൻ പറയുന്നുണ്ട് പേളിമാണിക്ക് ഫോളോവേഴ്സ് പോയതുപോലെ എനിക്ക് ഫോളോവേഴ്സ് പോയിട്ടുണ്ട്. ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമില്ല. കയ്യിരിപ്പ് ഒറ്റ കാര്യം കൊണ്ടാണ് പുള്ളി കൊട്ടാരക്കരയിലെ ഭയങ്കര കോൺഗ്രസ് നേതാവ് എന്നല്ലേ പറഞ്ഞു. പുള്ളി ആ ഒറ്റ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ കൂടെ കൊട്ടാരക്കര സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചാടിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു. പുള്ളി അത് പറയുന്ന ആ ഒരു ഇതിന് എവിടെയെങ്കിലും ഒരു വോയിസ് ഉണ്ടാവുകയും എവിടെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ കുറവായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇതിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഇപ്പൊ പുള്ളിക്ക് അതുമില്ല. അത് കിട്ടിയത് അല്ല, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന് പറയുന്ന സിറ്റുവേഷൻ. പറഞ്ഞിട്ട് കാര്യമൊന്നും ഈ BJP-യിൽ അല്ലെങ്കിൽ 2020 പോകുന്നതിന് മുന്നേ അവരുടെ രജിസ്റ്ററെങ്കിൽ മിനിമം പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം വേണമല്ലോ. അതിനുള്ള ഇതുപോലും ഇല്ലാതെ അപ്പപ്പം കാണുന്നവർ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ തന്നെ വരും. അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് തിരിച്ചു വന്നേക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു കലക്ക വെള്ളത്തിൽ പിടിക്കാനായിട്ടാണ് വേണ്ടി മാറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റിക്കിടയിൽ നൈസിലൊക്കെ പോവാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി കോൺഗ്രസ്സുകാർ തന്നെ അടുപ്പിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് ഞാൻ കുറച്ച് അത്യാവശ്യം പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ ഒരു എനിക്ക് തോന്നുന്നു VD സതീശന്റെ കൂടെയാണോ രമേശ് ചെന്നിത്തലയുടെ കൂടെയാണോ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പുള്ളിക്ക് അത്യാവശ്യം കുഴപ്പമില്ല കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു നിലയിലൊക്കെ അത്യാവശ്യം നല്ല ഇമേജ് ക്രിയേറ്റ് ആയി വന്നതാണ്. പക്ഷെ പുള്ളിക്കാരനായിട്ട് തന്നെ അത് 2020 പോയി കളഞ്ഞു കുളിച്ച്. ഇനിയിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരും ഈ വിഴുപ്പൊന്നും ചുമക്കേണ്ട കാര്യമില്ല. അതിന് വേറെ കാരണമുണ്ട്. കാരണം 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് ആ പ്രതിപക്ഷത്ത് നിന്ന സമയത്ത് കോൺഗ്രസിന്റെ കൂടെ നിന്നവരെ അക്കോമഡേറ്റ് ചെയ്താൽ മതി. ഈ അഖിൽമാരാറൊക്കെ ചെയ്തത് ഈ കട്ടപ്പ ബാഹുബലിയുടെ അടുത്ത് ചെയ്ത കണക്ക് ലാസ്റ്റ് മൊബൈലെത്തിയത് കോൺഗ്രസിനെ ചെയ്തത്. അപ്പം എല്ലാവരും പറയും എന്നാ അഖിലിന് കൊട്ടാരക്കര സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് മാറ്റമാണ് ഉണ്ടായില്ല. വലിയ മാറ്റമൊന്നുമില്ല. 2020 നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാലും ഒരു സെക്കൻഡ് പൊസിഷനൊക്കെ വേണമെങ്കിൽ എത്താന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കൊട്ടാരക്കര മണ്ഡലം 2020 സീറ്റ് അഖിൽമാരാറിന് കൊടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ സംഭവിച്ചതിന്റെ അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 3ാമത് പൊസിഷൻ അല്ല. കൊട്ടാരക്കരയിൽ ഇങ്ങനെ മത്സരിച്ച് തോറ്റോ അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് നോക്കും. പക്ഷെ കോൺഗ്രസിലായിരുന്നെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടി ഒരു ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാം, ഈ പച്ച നേടിപ്പോയ ആളിന് നല്ലൊരു പണിയാ കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യം